ഇപ്പോൾ ഡിഫറൻഷ്യൽ ജോമെട്രി നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ടോട്ടൽ 4 മൊഡ്യൂൾസാണ് ഉള്ളത്. അപ്പോൾ 4ഉം അത്യാവശ്യം ലെങ്തിയർ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അത്യാവശ്യം പഠിക്കാൻ കണ്ടൻ്റ് ഉള്ളൊരു പേപ്പർ തന്നെയാണ്. അപ്പോൾ ഫുള്ള് ടോട്ടൽ എടുത്ത് നമുക്ക് കവർ ചെയ്യൽ എന്തായാലും ഈ ഒരു ഷോർട്ട് ടൈമിൽ നടക്കില്ല. സോ മാക്സിമം എല്ലാ ടോപ്പിക്കും എടുത്തിട്ട് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ കുറച്ച് ചോദിച്ച് കാണുന്ന തിയറംസും ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പോവാം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ഫസ്റ്റ് മൊത്തത്തിൽ ആവശ്യമായിട്ട് വേണ്ട ബേസിക് ആയിട്ടുള്ള ചില ഡെഫിനിഷൻസ് ഉണ്ട്, ചില കോൺസെപ്റ്റുകളുണ്ട്. അത് പറയാമെന്നുള്ളതാണ്. അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾസ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ലെവൽ സെറ്റ് എന്താണ്, ഗ്രാഫ് എന്താണ്, അതുപോലെ വെക്റ്റർ ഫീൽഡ് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ കാണാറുണ്ട്. അപ്പം അത്രയും ടോപ്പിക്കുകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെവൽ സെറ്റ് എന്താണെന്നുള്ളതാണ്. ലെവൽ സെറ്റിനെ നമുക്ക് എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം അതിൽ തന്നെ നമുക്ക് മനസ്സിലാവാം അവിടെ ഈ ഒരു ലെവൽ സെറ്റ് പറയണമെന്നുണ്ടെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എഫ് എന്താണെന്ന് അറിയണം, സി എന്താണെന്ന് അറിയണം. അപ്പം ഒരു ലെവൽ സെറ്റ് എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറയുമ്പം അതിന് ആദ്യം വേണ്ടിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ പോകുന്നത് യുവിൽ നിന്ന് ആറിലേക്കാണ്. നോട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, നോട്ടിൽ നോക്കാം. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യുവിൽ നിന്ന് ആറിലേക്ക് പോകുന്ന ഒരു ഫംഗ്ഷനാണ്. ആ യു എന്ന് പറയുന്നത് Rn+1 ഒരു സബ്സെറ്റാണ്. Rn+1 എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്കറിയാം ഒരു n+1 വേരിയബിൾസ് വരുന്ന n+1 ടപ്പിളിൻ്റെ അങ്ങനത്തെ കുറേ എലമെൻസിൻ്റെ കളക്ഷൻ, അതാണ് യു എന്ന് പറയുന്നത്. അത് ഓരോ എലമെൻറ്റും റിയൽ ആയിരിക്കുന്നു മാത്രം, ഓരോ വേരിയബിൾസും റിയൽ ആയിരിക്കുന്നു മാത്രം. അങ്ങനെയാണെങ്കിൽ ആ Rn+1 നിന്ന് ആറിലേക്കുള്ള ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ ലെവൽ സെറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. അതിലൊരാളും കൂടി പറയുന്നുണ്ട് സി എന്ന് പറയുന്നത്. സി എന്ന് പറയുന്നത് ആ റിയൽ നമ്പറിലെ ഏതെങ്കിലും ഒരു എലമെൻറ്റ്, അതായത് ഏതെങ്കിലും ഒരു റിയൽ നമ്പറാണ് സി. ഒരു പെർട്ടിക്കുലർ സി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റിയൽ നമ്പറിനാണ് ഒരു ലെവൽ സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് സീൻ്റെ ലെവൽ സി എന്ന് പറയുന്ന ആ റിയൽ നമ്പറിൻ്റെ ലെവൽ സെറ്റാണുള്ളത്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് Rn+1 ഒരു സബ്സെറ്റിൽ നിന്ന് ആറിലേക്കുള്ള അതാണ് ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ ഏതെങ്കിലും ഒരു എലമെൻ്റാണ് ഇവിടുത്തെ സി എന്ന് ഉദ്ദേശിക്കുക. ഇപ്പോൾ ഇത് സി ആണെങ്കിൽ ഈ സിയിലേക്ക് മാപ്പ് ചെയ്തിട്ടുള്ള ഇവിടുത്തെ ഒരുപാട് എലമെൻറ്റ്സ് മേ ബി സിയിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ എലമെൻറ്റ്സിൻ്റെ എല്ലാം കൂടി കളക്ഷനാണ് ഈ എഫ് ഇൻവേഴ്സ് ഓഫ് സിയിൽ ഉണ്ടാവുക. അപ്പോൾ ഓരോ സി മാറും തോറും ഈ സെയിം ഫംഗ്ഷന് ഡിഫറെൻറ്റ് ലെവൽ സെറ്റ് ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ സി എന്ന് പറയുന്ന എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറയുമ്പം സിയിലേക്ക് മാപ്പ് ചെയ്തിട്ടുള്ള Rn+1 എലമെൻസിൻ്റെ കളക്ഷൻ. ഓക്കെ, പിന്നെ അതാണ് ലെവൽ സെറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രാഫാണ്. ഗ്രാഫ് എന്ന് പറയുമ്പം നമ്മൾ സാധാരണ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പം ഒരു ഫംഗ്ഷന് നമ്മൾ ഗ്രാഫ് ഡിഫൈൻ ചെയ്യുന്നതിന് സാധാരണ 2 ഡയമെൻഷനേ ഉണ്ടാവാറുള്ളൂ അല്ലേ. ഒരു എക്സ് ആക്സിസും ഉണ്ടായിരിക്കും, ഒരു വൈ ആക്സിസും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ എക്സിൽ നമ്മൾ ഡൊമെയിനകത്ത് എലമെൻറ്റ്സ് വരും, വൈക്കകത്ത് നമ്മൾ എഫ് ഓഫ് എക്സ് ഡിനോട്ട് ചെയ്യാറുണ്ട്. എന്നിട്ട് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് ഏത് വരുന്നോ അത് വൈയിലും മാർക്ക് ചെയ്തിട്ട് നമ്മൾ പോയിൻറ്റ്സ് അങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. സെയിം ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ നോക്കി, ഗ്രാഫ് ഓഫ് എഫ് ഇതേ ഫംഗ്ഷൻ മാറുന്നില്ല, Rn+1 സബ്സെറ്റിൽ നിന്ന് ആറിലേക്കുള്ള ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ്റെ ഗ്രാഫിനെ നമ്മൾ ഗ്രാഫ് ഓഫ് എഫ് എന്ന് പറയും. ഇനി ഈ ഗ്രാഫ് ഓഫ് എഫിലെ എലമെൻറ്റ്സ് ആരൊക്കെ ഉണ്ടാവുക, x1 x2 എക്സെട്ര xn+2 അത്രയും വേരിയബിൾസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ Rn+2 എലമെൻറ്റ്സ് ആയിരിക്കും. സച്ച് ദാറ്റ് ഈ എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താ, ഇതിൽ x1 x2 എക്സെട്ര xn+1 വരെയുള്ളത് ഓൾറെഡി യുവിലുണ്ടായിരുന്ന എലമെൻറ്റും അതിന് ശേഷമുള്ള ആ ഒരു ഒറ്റ എലമെൻ്റ് ഉണ്ടല്ലോ അതെന്ന് പറയുന്നത് എഫ് ഓഫ് x1 x2 എക്സെട്ര xn+1 ആയിരിക്കും. അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സെറ്റിനകത്ത് ഒത്തിരി എലമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ. അപ്പം ഇതിലെ ഓരോ എലമെൻറ്റും ഇപ്പുറത്തെ സെറ്റിനകത്ത് മാപ്പ് ചെയ്യുന്ന ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കും. അപ്പം
ഇവിടെ ഉള്ളത് n+1 ടപ്പിളാണ്. ആ n+1 ടപ്പിളിലെ n+1 വേരിയബിൾ എലമെൻറ്റ്സിൻ്റെ കൂടെ ഇവിടെ അതിൻ്റെ ഇമേജ് സെറ്റ് ഉണ്ടായിരിക്കും. അപ്പം എഫ് ഓഫ് ആ x1 x2 xn+1ൻ്റെ ഇമേജായിട്ട് ഇവിടെ ഒരാളുണ്ടായിരിക്കും. അയാളെയും കൂടി കൂട്ടിയിട്ട് നമ്മൾ ആ ഒരു ബ്രാക്കറ്റിനകത്ത് നമ്മൾ n+2 ടപ്പിളാക്കി എഴുതി കഴിഞ്ഞാൽ അതാണ് ഗ്രാഫ് ഓഫ് എഫിലെ എലമെൻറ്റ്സ്. അപ്പോൾ ഇതിലത്തെ ഓരോ എലമെൻറ്റ്സും അതിൻ്റെ കൂടെ ചേർത്തിട്ട് നമ്മളതിൻ്റെ ഇമേജിനെ എഴുതും. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വരയ്ക്കാറുള്ള ഗ്രാഫ് ഉണ്ടല്ലോ, അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം ഈ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷൻ ആറിന്ന് ആറിലേക്കുള്ളൊരു ഫങ്ഷനാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇവിടെ ഇപ്പം ജനറലായിട്ട് Rn+1 ആറിലേക്കുള്ള ഫങ്ഷനാണ്. പക്ഷേ 6 ആറിലേക്കുള്ള ഫങ്ഷനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാഫാണ് നമ്മളിങ്ങനെ വരയ്ക്കാറുള്ളത്. അപ്പം സപ്പോസ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡൊമെയിൻ സെറ്റിനകത്തെ ആൾക്കാരും അതിന് കറസ്പോണ്ടിങ് ഇമേജാണ് നമ്മൾ വൈയിൽ കൊടുക്കുന്നത് അല്ലേ. ഇപ്പം ഇവിടെ ഒരു എക്സ് എന്ന് പറഞ്ഞ പോയിൻ്റ്, അതിൻ്റെ കറസ്പോണ്ടിങ് ഇമേജിന് നമ്മൾ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പം അതിന് ഇവിടെ ഒരു പോയിൻ്റ് കിട്ടി, അതായത് എക്സ് വൈ എന്ന് പറയുന്ന കോർഡിനേറ്റ് 1 കിട്ടി. നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു എക്സ് എന്ന് പറഞ്ഞ പോയിൻറ്റിന് കറസ്പോണ്ടിങ് വൈ ഇതാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പോയിൻ്റ് നമുക്ക് കിട്ടി അടുത്ത എക്സ് വൈ എന്ന് പറയുന്ന പോയിൻ്റ് കിട്ടി. അങ്ങനെ ഓരോ എക്സ് വാല്യൂസിനും കറസ്പോണ്ടിങ് ഇമേജ് സെറ്റ് ആയിട്ടുള്ള വൈ കൂടിയും കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സെറ്റ് ഓഫ് പോയിൻറ്റ്സാണ് ഈ കാണുന്ന കർവ് അല്ലേ. അതായത് ഈ പോയിൻ്റ് ഒരു എക്സ്, അതിന് കറസ്പോണ്ടിങ് വൈ, അതേപോലെ തന്നെ നെക്സ്റ്റ് ഈ ഒരു പോയിൻ്റ് എക്സ് ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് വൈ കൂടി കൂട്ടിച്ചേർത്താൽ ഈ ഒരു കോർഡിനേറ്റ് കിട്ടും. അപ്പം എക്സ് വൈ എന്ന് പറയുന്ന പോലെ, അപ്പോൾ ഈ വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോയിൻറ്റ്സിൻ്റെ കളക്ഷനാണ് ഈ പറയുന്ന കർവ്. അതുതന്നെയാണ് ഇവിടെ ഇപ്പം അടുത്തൊരു ഫംഗ്ഷനാണ് y = sin x, നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ളൊരു ഫംഗ്ഷനാണല്ലേ. അപ്പം ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. 0ൽ ഫംഗ്ഷൻ 0 ആണ്, അപ്പോൾ 0 0 എന്ന് പറയുന്നത് അടുത്ത ഒരു പോയിൻ്റാണ്. നെക്സ്റ്റ് π/2ൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്, അപ്പോൾ π/2 1 എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് പോയിൻ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. എക്സ് എഫ് ഓഫ് എക്സ് ആ പോയിൻറ്റ്സിൻ്റെ കളക്ഷനാണ് ഈ ഗ്രാഫ് എന്ന് പറയുന്നത്, ഈ കർവ് എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഇപ്പം നേരത്തെ പറഞ്ഞ ഡയമെൻഷൻ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. Rn+ത്തെ എലമെൻറ്റ് അതിൻ്റെ ഇമേജ് എത്രയത്തെ എഫ് ഓഫ് x1 x2 xn+1 എന്ന് പറയുന്ന ആ എലമെൻറ്റ്സിൻ്റെ കളക്ഷനാണ് ഗ്രാഫ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടില്ലല്ലോ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം ഗ്രാഫ് എന്ന് പറയുമ്പം നമ്മുടെ ഡൊമെയിൻ സെറ്റിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സും വരും. x1 x2 xn+1 എന്ന് പറയുന്ന എല്ലാ എലമെൻറ്റ്സും അതിൻ്റെ കൂടെ അതിൻ്റെ ഇമേജ് സെറ്റും കൂടി മാർക്ക് ചെയ്യുന്ന n+2 ടപ്പിൾസിൻ്റെ മൊത്തം കളക്ഷൻ. അപ്പം യു എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെൻറ്റിനെയും ആറിലേക്ക് നമ്മൾ മാപ്പ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അതൊരു ഫംഗ്ഷനാണ്, എല്ലാ എലമെൻറ്റ്സിനും കറസ്പോണ്ടിങ് മാപ്പ് പോകുന്നുണ്ട്. അപ്പോൾ യുവിലത്തെ എല്ലാ എലമെൻറ്റ്സും അതിൻ്റെ കൂടെ ആര് വരും, അതിൻ്റെ ഇമേജ് ആയിട്ടുള്ള എലമെൻറ്റ് അതിൻ്റെ കൂടെ ചേർത്തിട്ട് n+2 ടപ്പിളാക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പോയിൻറ്റ്സാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് താഴെ കൊടുക്കുന്നത്. ഒരു ഫംഗ്ഷൻ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതാണ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. x1 x2 xn+1 ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് x1² + x2² + xn+1². അതായത് ആ n ടപ്പിലുള്ള ഓരോ എലമെൻറ്റ്സിൻ്റെയും സ്ക്വയേഴ്സിൻ്റെ സമ്മ്. അത് ആ ഒരു എലമെൻറ്റിലേക്ക് ഇത് ഒരൊറ്റ വാല്യൂ ആയിരിക്കും അല്ലേ. x1² + x2² + xn+1² എന്ന് പറയുന്നത് സമ്മാണ്. അപ്പോൾ ഒരൊറ്റ റിയൽ നമ്പർ ആയിരിക്കും വാല്യൂ പറയുന്നത്. പോകുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ഒരു n+1 ടപ്പിളാണ്. സോ നമുക്കറിയാം Rn+1 എന്ന് ആറിലേക്കുള്ളൊരു ഫംഗ്ഷൻ തന്നെയാണ് തന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇതിൻ്റെ ലെവൽ സെറ്റ് ആൻഡ് ഇതിൻ്റെ ഗ്രാഫ്. അപ്പം ആദ്യം നമ്മൾ ലെവൽ സെറ്റാണ് പറയുന്നത്. ലെവൽ സെറ്റ് എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ നമ്മൾ പോയിട്ടുള്ള ഇമേജിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കുക. ലെവൽ സെറ്റ് നമ്മൾ f−c എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. c എന്ന് പറയുന്നത് ഏത് റിയൽ നമ്പറും ആവാം. അപ്പം ആറിലേക്ക് പോകുന്ന എല്ലാ റിയൽ നമ്പേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് വരിക്ക് നമുക്ക് f−c കാണാൻ പറ്റില്ല. അപ്പോൾ ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന എലമെൻറ്റ്സിനെ നമ്മൾ ഒരുമിച്ച് ചെയ്യും. ഇപ്പോൾ സപ്പോസ് c <0 ആണെന്ന് വിചാരിക്കുക. അതായത് ഒരു നെഗറ്റീവ് റിയൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. ഫംഗ്ഷൻ പോകുന്നത് ഫംഗ്ഷൻ x1² + x2² + xn+1² അതിൻ്റെ പ്രത്യേകത എന്താ, ഓരോ എലമെൻറ്റും
x1 സ്ക്വയർ നോക്കുക, അത് പോസിറ്റീവാണ്. x2 സ്ക്വയർ, ഒരു നമ്പറിൻ്റെ സ്ക്വയർ എടുത്താൽ ഒബ്വിയസ്ലി എന്തേ വരുള്ളൂ, പോസിറ്റീവ് വരുള്ളൂ. അപ്പോൾ ഇവിടെ ഓരോ ഈച്ച് എലമെൻറ്റും പോസിറ്റീവാണ്. പോസിറ്റീവ് എലമെൻറ്റ്സിൻ്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് പോസിറ്റീവ് വരുള്ളൂ. അപ്പം ഈ തന്നിട്ടുള്ള ഫംഗ്ഷൻ്റെ ഇമേജ് എന്ന് പറയുന്നത് എന്ത് മാത്രമേ വരുള്ളൂ, പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ. 0വും ആവാം. 0 ആവുന്ന ഇപ്പോൾ എല്ലാ എലമെൻറ്റ്സും x1, x2, xn+1 മൊത്തം 0 ആണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്തായിട്ട് മാറും, 0 എന്ന്. അപ്പോൾ 0വും പോസിറ്റീവ് നമ്പേഴ്സും മാത്രമേ ഇമേജ് സെറ്റിനകത്തുള്ളൂ. അതായത് നെഗറ്റീവ് റിയൽ നമ്പേഴ്സിൽ ഒന്നിലേക്കും ഈ ഫംഗ്ഷൻ മാപ്പ് ചെയ്യപ്പെടുന്നില്ല. സോ നെഗറ്റീവ് നമ്പറായ സി എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ഏതെങ്കിലും മാപ്പിംഗ് വരുമോ, ഏതെങ്കിലും എലമെൻറ്റ് Rn+1 ഏതെങ്കിലും എലമെൻറ്റ് മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഫംഗ്ഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് നെഗറ്റീവ് നമ്പർ വരുമോ, ഇല്ല. സോ നെഗറ്റീവായിട്ടുള്ള ഒരു സിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ആരില്ല, എലമെൻറ്റ്സ് ഇല്ല. അപ്പോൾ ലെവൽ സെറ്റ് എന്ത് തന്നെ ആയിരിക്കും, 5 ആയിരിക്കും. ക്ലിയർ ആണല്ലോ കാര്യം. അതായത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഇമേജ് കിടക്കുന്നത്, വാല്യൂ കിടക്കുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ പോസിറ്റീവ് നമ്പേഴ്സിലേക്ക് മാത്രമേ ഈ ഫംഗ്ഷൻ മാപ്പ് ചെയ്യപ്പെടുന്നുള്ളൂ, നെഗറ്റീവ് നമ്പറിലേക്ക് ഈ ഫംഗ്ഷൻ മാപ്പ് ചെയ്യപ്പെടുന്നില്ല. സോ നെഗറ്റീവ് നമ്പറാണ് നമ്മൾ സി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് F−1 ഓഫ് സി എന്ന് പറയുന്നത് എന്തായാലും 5 വരുള്ളൂ, empty വരുള്ളൂ. കാരണം അതിലേക്ക് ആരും വന്നിട്ട് മാപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല. സോ അങ്ങനത്തെ ഒരു എലമെൻ്റ് ഇല്ല. ഇനിയിപ്പം സി എന്ന് പറയുന്ന നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ കാര്യം ക്ലിയറായി. ഇനി നെക്സ്റ്റ് വരുന്നത് 0 ഒറിജിൻ ആകുമ്പം, അതായത് സി എന്ന് പറയുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ F−1 ഓഫ് സി എന്ത് വരും, അതായത് F−1 ഓഫ് 0. പറഞ്ഞു, ഓരോ റിയൽ നമ്പറിനും നമുക്ക് ഒരു സെയിം ഫംഗ്ഷനിന് ഡിഫറെൻറ്റ് ലെവൽ സെറ്റുകൾ കിട്ടും. സി മാറുന്നതിനനുസരിച്ച് ലെവൽ സെറ്റ് മാറുന്നുണ്ട്. നെഗറ്റീവ് നമ്പേഴ്സിന് പിന്നെ മാപ്പിംഗ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഏത് നെഗറ്റീവ് നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ലെവൽ സെറ്റ് എന്ന് പറയുന്നത് empty ആണ്. ഇനി സി എന്ന് പറയുന്നത് നമ്മൾ 0 എടുത്ത് നോക്കുക. 0 ആണെന്നുണ്ടെങ്കിൽ എന്താ, ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 0യിലേക്ക് മാപ്പ് ചെയ്യണം. ഇതിലത്തെ ഓരോ എലമെൻറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം x1 സ്ക്വയർ, x2 സ്ക്വയർ, എക്സെട്ര xn+1 സ്ക്വയർ, അതിൻ്റെയൊക്കെ കൂടി സമ്മാണ് ഈ ഇമേജ് എന്ന് പറയുന്നത്. സോ അത് ഓരോ വേരിയബിൾസും എന്താണ്, പോസിറ്റീവാണ്. കുറേ പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഓരോ എലമെൻറ്റും എന്തായേ പറ്റുള്ളൂ, 0 ആയാലേ പറ്റുള്ളൂ. ഏതെങ്കിലും പോസിറ്റീവ് എലമെൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടുമോ, ഇല്ല. നെഗറ്റീവ് കൂടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അഡീഷണലി മേ ബി നമുക്ക് 0യിലേക്ക് എത്തിക്കാൻ പറ്റുമേക്കാം. പക്ഷേ എല്ലാ നമ്പേഴ്സും പോസിറ്റീവാണ്. ആഡ് ചെയ്താൽ 0 കിട്ടണമെന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സ് മസ്റ്റ് ബി 0 ആയേ പറ്റുള്ളൂ. സോ 0 0 0 0 എന്ന് പറയുന്ന Rn+1 0 എന്ന് പറയുന്ന ഒറിജിനെ മാത്രമേ ഉള്ളൂ നമുക്ക് 0യിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റുക. സോ നമ്മുടെ F−1 0യിൽ ഒരൊറ്റ എലമെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ദാറ്റ് ഈസ് 0 0 0 എക്സെട്ര 0. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് പറയുന്നത്, അപ്പോൾ നമ്മൾ നെഗറ്റീവ് പാർട്ട് ക്ലിയർ ചെയ്തു, ഒറിജിനായിട്ടുള്ള 0നെയും ഓക്കെ ആയി. ഇനി ബാക്കിയുള്ളത് പോസിറ്റീവ് നമ്പേഴ്സിനാണ്. സി എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഓരോ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിനും വ്യത്യസ്തമായിട്ടുള്ള ലെവൽ സെറ്റ് ഉണ്ടായിരിക്കും. സോ 1 by 1 ആയിട്ട് എല്ലാ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിനെയും നമുക്ക് 1 by 1 ആയിട്ട് എഴുതാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്നിന് ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. Rn+1 എന്ന് പറയുന്ന ഒരു ജനറലൈസ് ചെയ്തിട്ട് നമുക്ക് n+1 തന്നിട്ടുണ്ട്. അപ്പം അത് R1 ആകാം, R2 ആകാം, R3 ആവാം, എന്തും ആവാം. ഫസ്റ്റ് നമ്മൾ n 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം നമുക്ക് ഫംഗ്ഷൻ എവിടെ നിന്നാണ്, ആറിൽ നിന്ന് ആറിലേക്കുള്ളൊരു ഫംഗ്ഷനാണ് അല്ലേ. n+1 എന്ന് പറയുമ്പോൾ 0+1 R1 ആയിരിക്കും. സോ ദാറ്റ് ഈസ് ആറിൽ നിന്ന് ആറിലേക്കുള്ള സാധാ ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ് എഫ് എന്ന് പറയുന്നത്. സോ f(x1) എന്ന് പറയുന്നത് നമുക്കതിനെ എങ്ങനെ പറയാം, f(x1) = x1 സ്ക്വയർ ആണ്. ഒറ്റ എലമെൻറ്റ് മാത്രമേ ഉള്ളൂ, അതായത് ഒറ്റ റിയൽ നമ്പർ മാത്രമേ ഉള്ളൂ, അതിൻ്റെ സ്ക്വയറാണ്. f(x1) x1 സ്ക്വയറിലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് F−1 ഓഫ് സി എന്ന് പറയുന്നത് എന്ത് വരും എന്ന് നോക്കാം. അപ്പം ഇവിടെ ഫംഗ്ഷൻ f(x1) = x1 സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെറുതെ ഓരോ എലമെൻറ്റ്സ് എടുത്ത് നോക്കാം. 2 എന്ന് പറഞ്ഞ എലമെൻറ്റിനെ അതിൻ്റെ സ്ക്വയറിൽ 4ലേക്ക് മാപ്പ് ചെയ്യും. അതുപോലെ തന്നെ -2നെ എങ്ങോട്ട് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്, -2ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 4ലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ √3 എടുക്കാം. √3 ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങോട്ട് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്, 3ലേക്ക് മാപ്പ് ചെയ്തു. -√3നെ 3ലേക്ക് മാപ്പ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ജനറലായിട്ട് നമ്മൾ സി എന്ന് പറയുന്ന ഒരു പോയിൻ്റ് എടുക്കുകയാണ്. അതിൻ്റെ F−1 ഓഫ് സി ലെവൽ സെറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെ എലമെൻറ്റ്സ് ആണ്, x1 എന്ന് പറയുന്ന എലമെൻറ്റ് സച്ച് ദാറ്റ് എന്താണ്, f(x1) = c ആവുന്ന
ആൾക്കാരുടെ കളക്ഷനാണ് ഇവിടെ. n+1 എന്ന് പറയുന്ന സ്ഥലത്ത് ജസ്റ്റ് 1 മാത്രമേ ഉള്ളൂ. അതായത് f(x1) = c ആവുന്ന x1 എക്സിൻ്റെ കളക്ഷനാണ് f ഇൻവേഴ്സ് ഓഫ് c എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി ഇവിടെ f(x1) നമുക്ക് എന്താണ്, x1² ആണ്. സോ നമുക്ക് f(x1)ൻ്റെ സ്ഥാനത്ത് x1² കൊടുത്തു. ദാറ്റ് ഈസ് x1² c ആവുന്ന എക്സുകളുടെ കളക്ഷൻ. അപ്പോൾ ഏതൊക്കെ വരും? ഇപ്പോൾ c 4 എടുത്തു എന്ന് വിചാരിക്കുക. 4 എടുത്തു കഴിഞ്ഞാൽ 2ഉം -2ഉം ഇതിനകത്ത് വരുന്ന ആളാണ്. അതായത് അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് മൈനസ് റൂട്ട്, അപ്പോൾ ഇവിടെ സി എന്നാണെന്നുണ്ടെങ്കിൽ സിയിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് റൂട്ട് സിയും വരും -റൂട്ട് സിയും വരും, 2 എലമെൻറ്റ്സ്. അപ്പോൾ f ഇൻവേഴ്സ് ഓഫ് c എന്ന് പറയുന്നത് ആരൊക്കെയാണ്? റൂട്ട് സി ആൻഡ് -റൂട്ട് സി. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇനി നെക്സ്റ്റ് n = 1 എടുക്കുന്ന കേസാണെങ്കിൽ R2ൽ നിന്ന് Rലേക്കായിരിക്കും. f(x1, x2) എന്ന് പറയുന്നത് മാപ്പ് ചെയ്യപ്പെടുന്നത് x1² + x2² എന്ന് പറയുന്ന ഫംഗ്ഷനായിട്ട് മാറും. അതിൻ്റെ f ഇൻവേഴ്സ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ്, R2ൽ നിന്നാണ്. സോ x1, x2 എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ആണ് സച്ച് ദാറ്റ് x1² + x2² = c ആയിരിക്കണം. ദാറ്റ് ഈസ് f(x1, x2) എന്ന് പറയുന്നത് c ആയിട്ടുള്ള എലമെൻസിൻ്റെ കളക്ഷനാണ്. അതിൽ f എന്ന് പറയുന്നത് x1² + x2² ആണ്. ദാറ്റ് ഈസ് x1² + x2² = c ആവുന്ന ആളുകളുടെ കളക്ഷനാണ് ഈ പറയുന്ന f ഇൻവേഴ്സ് ഓഫ് c. ഇനി ആ ഒരു ഇക്വേഷൻ നോക്കി നോക്കുക. അത് എന്തിൻ്റെ ഇക്വേഷനാണ്? x² + y² = r എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ എന്തിൻ്റെ, സർക്കിളിൻ്റെ ഇക്വേഷനാണ് അല്ലേ. സർക്കിളിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. x - a² + y - b² = r² എന്ന് പറയുന്നത് 6 റേഡിയസ് വരുന്ന AB സെൻറ്റർ ആയിട്ടുള്ള ഒരു സർക്കിളിൻ്റെ ഇക്വേഷനാണ്. ഇവിടെ നമുക്ക് സെൻറ്റർ എന്ന് പറയുന്നത് ഒറിജിനായിട്ട് വരുന്ന റേഡിയസ് റൂട്ട് സി വരുന്ന ഒരു സർക്കിളായിരിക്കും എന്ത് പറയുന്നത്, f ഇൻവേഴ്സ് ഓഫ് c. അപ്പം n 0 ആകുമ്പോൾ കിട്ടുന്നത് 2 നമ്പേഴ്സ് മാത്രമുള്ള ഒരു സെറ്റും n-ൻ്റെ വാല്യൂ 1 ആകുമ്പോൾ കിട്ടുന്നത് ഒരു സർക്കിളാണ്. ഏതൊരു c എടുത്തു കഴിഞ്ഞാലും ഏതോ ഒരു റിയൽ നമ്പർ എടുത്തു, അങ്ങനെയാണെങ്കിൽ റൂട്ട് സി റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ്, ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ള സർക്കിളായിരിക്കും അതിൻ്റെ ലെവൽ സെറ്റ് എന്ന് പറയുന്നത്. n2 ആകുമ്പോൾ ഇതുപോലെ തന്നെ x1² + x2² + x3² = c ആവുന്ന ആൾക്കാരുടെ കളക്ഷൻ. അതായത് അതൊരു സ്ഫിയർ ആയിട്ട് മാറും. അപ്പം അങ്ങനെ ഡയമെൻഷൻ കൂടുന്തോറും ലെവൽ സെറ്റിന് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. n 0 ആകുമ്പോൾ നമുക്ക് 2 പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ ഉണ്ടാവുക. n 1 ആകുമ്പം ആ എടുക്കുന്ന c അനുസരിച്ചിട്ട് റൂട്ട് സി റേഡിയസ് വരുന്ന കുറേ കോൺസെൻട്രിക്, അതായത് 0 സെൻറ്ററായിട്ട് വരുന്ന കുറേ സർക്കിൾസിൻ്റെ കളക്ഷനായിട്ട് മാറും f ഇൻവേഴ്സ് ഓഫ് c എന്ന് പറയുന്നത്. നെക്സ്റ്റ് n 2 ആവുന്ന സമയത്ത് c എടുക്കുന്നതിനനുസരിച്ചിട്ട് അത് സ്ഫിയർ ആയിട്ട് മാറും. അപ്പോൾ ഡയമെൻഷൻ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ നമ്മുടെ ലെവൽ സെറ്റിനും മാറ്റങ്ങൾ സംഭവിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ലെവൽ സെറ്റ് കാണാൻ പറഞ്ഞെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. ചിലപ്പം ഇത്രയും ലെങ്തിയറായിട്ട് പോകണമെന്ന് നമുക്ക് എല്ലാ ഫംഗ്ഷനും ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. അപ്പോൾ n-ൻ്റെ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് ആ ഫംഗ്ഷൻ മാത്രം എഴുതിയാലും മതി. ഇവിടെ ഇപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സ് 0 എന്ന് സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റി, കാരണം തന്നിട്ടുള്ള ഫംഗ്ഷൻ പോസിറ്റീവ് വാല്യൂഡ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്ത് എഴുതുക, ഫംഗ്ഷൻ എഴുതുക. n = 1 ആവുന്ന കേസിൽ ഫംഗ്ഷനിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെൻറ്റ്സ് എഴുതി നോക്കുക. n = 2 ആവുന്ന സമയത്ത് ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് സംഭവം. ഇനി നെക്സ്റ്റ് ഇതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രാഫും ലെവൽ സെറ്റും കാണാൻ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് n കറക്റ്റ് സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ട്. n 1 ആണ്, അതായത് R2ൽ നിന്ന് Rലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത്. ഫംഗ്ഷൻ കണ്ടെന്ന് വിചാരിക്കണം. f(x1, x2) = x1 എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ. അതായത് ഒരു 2 ടപ്പിളാണ്, ഓർഡേഡ് പെയർ ആണ്. അതിൽ ഫസ്റ്റ് എലമെൻറ്റിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ, x1ലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത്. സോ അതിൻ്റെ ഗ്രാഫ് എന്താ വരിക, x1, x2, x3 കൂടി വരും. അങ്ങനത്തെ എലമെൻസിൻ്റെ കളക്ഷനാണ്. ഈ x3 ആരാണ്? f(x1, x2) തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ആ ഓർഡേഡ് പെയർ എഴുതുമ്പം, അല്ലെങ്കിൽ ഇവിടെ R3 ആണ്, അപ്പം ട്രിപ്ലെറ്റ് ആണ് വരിക. ഫസ്റ്റ് x1ഉം x2ഉം എഴുതി, പിന്നെ അടുത്ത എലമെൻറ്റിനെ കൂടി കൂട്ടിച്ചേർത്ത് എഴുതണം. ആ എലമെൻറ്റ് എന്ന് പറയുന്നത് ഈ x1, x2ൻ്റെ ഇമേജ് സെറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് f(x1, x2) ആയിരിക്കും. അതേ ഇവിടെ എഴുതിയിട്ടുള്ളൂ.
ഫസ്റ്റ് x1 x2 വരും. ഈ x3 എന്ന് പറയുന്ന ആരാണ്? f(x1 x2) ആണ്. f(x1 x2) എന്ന് പറയുന്നത് നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് x1 തന്നെയാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രാഫ് ഓഫ് എഫ് എന്ന് പറയുന്നത് x1 x2 വീണ്ടും x1 തന്നെ അല്ലേ. x1 x2 f(x1 x2) ആണ് വേണ്ടത്. പക്ഷേ ഇവിടെ f(x1 x2) എന്ന് പറയുന്നത് x1 തന്നെയാണ്. സോ x1, x2, x1 ആയിട്ടുള്ള ആൾക്കാരുടെ കളക്ഷനാണ് ഗ്രാഫ് ഓഫ് എഫ് എന്ന് പറയുന്നത്. തന്നിട്ടുള്ള നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഗ്രാഫിൻ്റെ അതേ ഡെഫിനിഷൻ എടുത്ത് എഴുതുക. അതിനകത്ത് നമ്മുടെ ഫംഗ്ഷൻ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണോ ഫംഗ്ഷൻ വാല്യൂ കിട്ടുന്നത് അത് വെച്ചിട്ട് ഗ്രാഫ് സെറ്റാക്കിയിട്ട് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് അതിൻ്റെ ലെവൽ സെറ്റാണ് പറയണത്. ലെവൽ സെറ്റ് എന്ന് പറയുമ്പം ഓരോ സിയിലേക്കും നമ്മൾ ലെവൽ സെറ്റ് എഴുതി കൊടുക്കുക. സി ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആവാം. അപ്പം നമ്മളിവിടെ സി ആദ്യം 0 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. സി ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെൻസിൻ്റെ കളക്ഷൻ 0, അതായത് ലെവൽ സെറ്റ് എഫ് ഇൻവേഴ്സ് ഓഫ് സി നമ്മൾ എങ്ങനെ എഴുതുക? x1 x2 belongs to R2 such that f of x1 x2 equal to c ആവുന്ന എലമെൻറ്റ്. ഇവിടെ f of x1 x2 എന്ന് പറയുന്നത് x1 തന്നെയാണ്. അപ്പം x1 x2 belongs to R2 such that x1 equal to c ആവുന്ന എലമെൻസിൻ്റെ കളക്ഷൻ. ഇവിടെ സിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ x1 equal to 0 ആവുന്ന എലമെൻസിൻ്റെ R2ലെ എലമെൻസിൻ്റെ കളക്ഷനാണ് എഫ് ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറയുന്നത്. അപ്പോൾ 0യിലേക്ക് x1 0 ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ R2 എന്ന് പറയുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. പ്ലെയിൻ ആണ്. നമ്മൾ സാധാരണ നമ്മൾ വരയ്ക്കാറുള്ള 2 ആക്സിസ് വരുന്ന പറയാറുണ്ട്. എക്സ് കോർഡിനേറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? y ആക്സിസ് ആയിരിക്കും. സോ x1 equal to 0 ആകുമ്പോൾ ഈ പറയുന്ന ഈ ലൈൻ വരും. ഓക്കെ, x1 equal to 1 ആകുമ്പോൾ 1 ഫിക്സ്ഡ് ആണ്, y മാറും, ഇതായിരിക്കും ആ ലൈന് വരിക. എഫ് ഇൻവേഴ്സ് ഓഫ് -1 എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ ലൈനായിരിക്കും വരിക. അപ്പം സി മാറുന്നതിനനുസരിച്ച് വെർട്ടിക്കലായിട്ടുള്ള ഇത്തരത്തിലുള്ള ലൈൻസാണ് ഇവിടെ എഫ് ഇൻവേഴ്സ് ആയിട്ട് ലെവൽ സെറ്റ് ആയിട്ട് വരുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റിനകത്ത് ലെവൽ സെറ്റും ഗ്രാഫും പറഞ്ഞിട്ടുണ്ട്. സിമ്പിളാണ്. ഇതുപോലെ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ ജസ്റ്റ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഡെഫിനിഷനകത്ത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലെവൽ സെറ്റ് ഓക്കെയാണ്, ഗ്രാഫ് ഓക്കെയാണ്. ഇനി ഇതിനകത്ത് ഇത്തരത്തിൽ ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കുന്നത് ലെവൽ സെറ്റും ഫംഗ്ഷൻ തരും, ലെവൽ സെറ്റ് എഴുതാനും ഗ്രാഫ് എഴുതാനും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾക്കും ചോദിച്ചിട്ടുണ്ട്, കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഷോ ദാറ്റ് ദ ഗ്രാഫ് ഓഫ് ഫംഗ്ഷൻ എഫ് ഫ്രം R to R, R-ന്ന് R-ലേക്കുള്ള ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് വേറൊരു ഫംഗ്ഷൻ Rn+1 എന്ന R-ലേക്കുള്ള മറ്റേതോ ഒരു ഫംഗ്ഷൻ്റെ ലെവൽ സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം Rn R-ലേക്കുള്ള ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് Rn+1 എന്ന R-ലേക്കുള്ള മറ്റേതോ ഒരു ഫംഗ്ഷൻ്റെ ലെവൽ സെറ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യാനുള്ളത് ആരാണ്? ഗ്രാഫ് ഓഫ് എഫ് ആണ്. Rn R-ലേക്കുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മൾ തുടങ്ങും. ആ ഗ്രാഫ് ഓഫ് എഫ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ അറിയാം എന്നതാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഗ്രാഫ് ഓഫ് എഫ് എന്ന് പറയുന്നത് എന്താ? x1 x2 xn+1 ആണ്. കാരണം Rn R-ലേക്കാണ് പോകുന്നത്. അപ്പം n ആൾക്കാർ വരും, കൂടെ അതിൻ്റെ ഇമേജും കൂടി വരുമ്പം n+1 ടപ്പിൾസ് ആയിരിക്കും. സോ Rn+1 എലമെൻറ്റ്സ് ആണ് വരിക. സച്ച് ഇതിലത്തെ ലാസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് എഫ് ആയിരിക്കും, ഇമേജ് ആയിരിക്കും. നമുക്കറിയാം ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ എഴുതി. അപ്പം ഗ്രാഫ് നമ്മളവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ പുതിയ ഒരു ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള ചില നമ്മുടെ പ്രൂഫുകൾ അല്ലെങ്കിൽ തിയറീസ് പഠിക്കുമ്പം ചില സാധനങ്ങൾ നമ്മൾ അങ്ങനെ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ടാവും. അതായത് ഇപ്പം ഈ ഒരു ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാനാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഈ ഒരു കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി, ബാക്കിയെല്ലാം നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ മറക്കരുത്. എഫ് ഓഫ് x1 x2 xn+1 ഈക്വൽ ടു സ്മാൾ എഫ് ഓഫ് x1 x2 xn മൈനസ് xn+1. അതായത് ഇവിടെ n+1 ആൾക്കാരാണ് ഉള്ളത്. അതിൽ xn വരെ ഉള്ളതിൻ്റെ ഇമേജ് അത് നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് സ്മോൾ എഫ് ആയിട്ടുള്ള ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ്റെ ഇമേജ് മൈനസ് xn+1, ഇവിടെ എടുക്കുന്ന xn+1 ഒരാൾ എക്സ്ട്രാ നമ്മൾ എടുക്കുന്നുണ്ട്, അതിനെ മൈനസ് ചെയ്യുക. അതാണ് ഈ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാനാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഒരു ഫംഗ്ഷൻ കണ്ടാൽ തന്നെ അറിയാം. ഈ RHSലുള്ള സംഭവം കണ്ടോ? ഇത് ഈക്വൽ ടു 0 ആക്കി എടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ടു 0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് x1 x2 xn ഈക്വൽ ടു ഈ സാധനം കിട്ടും. അതൊരു ലോജിക്കാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് 0 കണ്ടുവെക്കാം.
എഫ് ഇൻവേഴ്സ് ഓഫ് സീറോ എടുക്കുകയാണ്. സീറോൻ്റെ ലെവൽ സെറ്റ് എഴുതാൻ നമുക്കറിയാലോ. എന്താണത്? സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഈ ക്യാപിറ്റൽ എഫിൻ്റെ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെൻസിൻ്റെ കളക്ഷൻ. അപ്പം ഇവിടെ സീറോയിലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്ന എലമെൻസിൻ്റെ കളക്ഷനായിട്ട് നമ്മൾ എഫ് ഇൻവേഴ്സ് ഓഫ് സീറോന് എടുത്തു. ഇവിടെ x1 x2 എക്സെട്ര xn+1 ആണ് എലമെൻറ്റ്സ്, ബിലോങ്സ് ടു Rn+1 ആണ്, സച്ച് ദാറ്റ് എഫ് ഓഫ് x1 x2 എക്സെട്ര xn+1 ഈക്വൽ ടു 0. ഇനി ഈ എഫിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുക. ആ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ മുകളിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫംഗ്ഷൻ ഇതാണ്. സോ ആ ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടെ ഇട്ടെടുത്ത് എഫ് ഓഫ് x1 x2 എക്സെട്ര xn+1 പകരം നമുക്ക് എന്ത് കൊടുക്കാം? സ്മോൾ എഫ് ഓഫ് x1 x2 എക്സെട്ര xn മൈനസ് xn+1 എന്ന് കൊടുക്കാം. ദാറ്റ് ഈക്വൽ ടു 0. ആ ക്യാപിറ്റൽ എഫിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കി, നമുക്ക് ഇതിനൊന്നും ഒരു മാറ്റമില്ല. ബാക്കി ഈ ഭാഗം മാത്രം നോക്കുക. എഫ് ഓഫ് x1 x2 എക്സെട്ര xn മൈനസ് xn+1 ഈക്വൽ ടു 0 ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ മൈനസ് xn+1നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി അപ്പുറത്ത് 0 ആണല്ലോ. സോ എഫ് ഓഫ് x1 x2 എക്സെട്ര xn ഈക്വൽ ടു xn+1 ആണെന്ന് കിട്ടി. ഇനി ഇതൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇതെന്താ, നമ്മൾ മേലെ എഴുതി വെച്ചിട്ടുള്ള ഗ്രാഫ് ഓഫ് എഫ് ആണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു? ക്യാപിറ്റൽ എഫ് ഇൻവേഴ്സ് ഓഫ് സീറോയിൽ നിന്ന് തുടങ്ങി. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ 0 എന്ന് പറഞ്ഞ പോയിന്റിലെ ലെവൽ സെറ്റിൽ നിന്ന് തുടങ്ങി. ആ ലെവൽ സെറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ അത് എങ്ങോട്ട് എത്തിച്ചു? ഗ്രാഫ് എഫിലേക്ക് എത്തിച്ചു. അപ്പോൾ ഗ്രാഫ് ഓഫ് എഫ് സ്മോൾ എഫ് എന്ന് പറയുന്നത് ലെവൽ സെറ്റ് ഓഫ് എഫ് ക്യാപിറ്റൽ എഫ് ആണ് നമ്മൾ പറഞ്ഞിട്ട് പ്രൂവ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു ക്വസ്റ്റ്യനാണ്, പക്ഷേ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. ഇനിയിപ്പോൾ ലെവൽ സെറ്റ് പറയുമ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടു. എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്ന് പറയുന്നതാണല്ലോ ലെവൽ സെറ്റ്. അപ്പോൾ സി വെച്ചിട്ട് നമ്മളതിനെ ലെവൽ സെറ്റ് അറ്റ് ദ ഹൈറ്റ് സി എന്ന് കൂടി പറയാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു നൊട്ടേഷൻ ഇതും കൂടി പറയാറുണ്ട്. സി എന്ന് പറയുമ്പം അറ്റ് ദ ഹൈറ്റ് സി എന്ന് പറയും. ഇവിടെ ക്യാപിറ്റൽ എഫ് ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ സെറ്റ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് അറ്റ് ദ ഹൈറ്റ് 0. അപ്പോൾ അതാണ് നമുക്ക് പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം ലെവൽ സെറ്റും അതുപോലെ തന്നെ ഗ്രാഫും ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇത്രയേ ഉള്ളൂ. ലെവൽ സെറ്റിനകത്ത് ജസ്റ്റ് ലെവൽ സെറ്റ് ആയാലും ഗ്രാഫ് ആയാലും അത് എക്സാമിന് ചോദിക്കുകയെന്ന് ഡെഫിനിഷൻ മാത്രമായിട്ട് ചോദിക്കില്ല. ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ ഗ്രാഫ് ഡിഫൈൻ ചെയ്യുക, ലെവൽ സെറ്റ് ഡിഫൈൻ ചെയ്യുക, പറ്റുന്ന ഇതാണെങ്കിൽ അതിൻ്റെ ഫിഗർ ഗ്രാഫും കൂടി വരച്ച് വെച്ച് കൊടുക്കുക. അത് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് ടു ഡയമെൻഷൻ വരെയൊക്കെ ആണെങ്കിൽ, ഇനിയിപ്പോൾ മാക്സിമം 3 ഡയമെൻഷൻ വരെ ആണെങ്കിൽ നമുക്കത് വരയ്ക്കാൻ കഴിയുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗ്രാഫും കൂടി പ്ലോട്ട് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ എഴുതിയിട്ട് ഫംഗ്ഷൻ ഏതാ വെച്ചാൽ ഫംഗ്ഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് എത്തിക്കാൻ പറ്റുന്ന സ്റ്റെപ്പ് വരെ എത്തിക്കാം. ഓക്കെ, അപ്പോൾ ആ 2 ടോപ്പിക് ക്ലിയർ ആയെന്ന് കരുതണു. ഇനി നെക്സ്റ്റ് പറയുന്നത് വെക്റ്റർ ഫീൽഡ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ വെക്റ്റർ ഫീൽഡിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആദ്യം വെക്റ്റർ എന്താണെന്ന് പറഞ്ഞിട്ട്, ഇവിടെ സാധാരണ നമ്മൾ പറയുന്ന വെക്റ്റർ തന്നെയാണ്. ഇപ്പോൾ ആറെണ്ണത്തെ ഒരു എലമെൻറ്റ് പറഞ്ഞെങ്കിൽ n ആയിട്ടുള്ള ഒരു മാഗ്നിറ്റ്യൂഡും ഡയമെൻഷനും ഒക്കെ ഉള്ള ഒരു വെക്റ്റർ, അത് തന്നെയാണ് വെക്റ്റർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിവിടെ പറയുമ്പം ആ വെക്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. വെക്റ്റർ അറ്റ് ദ പോയിൻറ്റ് പി എന്നാണ് പറയുക. നമ്മൾ പറയുന്നത് വെക്റ്റർ അറ്റ് എ പോയിൻറ്റ് പി. ആ പി എന്ന് പറയുന്നത് ഇവിടെ മൊത്തം Rn+1 നമ്മൾ സാധാരണ പറയുന്ന R2 R3 എന്നൊക്കെ പോകുന്ന ജനറൽ ആയിട്ടുള്ള ഒരു n+1 ഡയമെൻഷനുള്ള ഇതാണ്. അവിടെയാണ് നമ്മുടെ കളി നടക്കുന്നത് മൊത്തം. അപ്പോൾ പി എന്ന് പറഞ്ഞ പോയിന്റിൽ വി എന്ന് പറയുന്ന വെക്റ്റർ അറ്റ് ദ പോയിന്റ് പി ആണ് എപ്പോഴും. ഇനി അങ്ങോട്ട് മൊത്തം ഈ ഒരു വെക്റ്റർ കേർവ്, പാരാമെട്രൈസ്ഡ് കേർവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇനി മൊത്തം വരുന്നത്. അപ്പം ഇങ്ങനെയായിരിക്കും നമ്മൾ നൊട്ടേഷൻ വരുന്നത്. അതായത് വെക്റ്റർ വി നമ്മൾ ഡിനോട്ട് ചെയ്യും. അതിന് നമ്മളിവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ ഡാർക്ക് ചെയ്ത് കൊടുക്കും. വെക്റ്റർ വിനെ നമ്മൾ കുറച്ച് ഒരു സൈഡ് ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ഡബിൾ ലൈൻ കൊടുത്താലും മതി. ഈ സൈഡ് വീൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഡാർക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒന്നില്ലെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ഡബിൾ ലൈൻ കൊടുക്കുക. അങ്ങനെയാണ് വെക്റ്ററിനെ ഡിനോട്ട് ചെയ്യുന്നത്. അത് ഈക്വൽ ടു എന്താണ്? പി എന്ന് പറഞ്ഞ പോയിന്റിൽ വി എന്ന് പറയുന്നത് നമ്മൾ സാധാ നോർമൽ വെക്റ്റർ Rn+1 n+1 ടപ്പിളാണല്ലോ ഈ വി എന്ന് പറയുന്നത്. ആ വി കൂടെ ആരുണ്ടായിരിക്കും? അത് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് താഴെയുള്ള ഒരു ചെറിയൊരു ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഒറിജിൻ എന്നുള്ള വി എന്ന് പറയുന്ന വെക്റ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണുള്ളത്. ഒറിജിൻ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പി എന്ന് പറഞ്ഞൊരു ജനറൽ പോയിന്റ് ഇതാണ് പി എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്ന വെക്റ്ററിനെ നമ്മൾ പി വി എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ആ വെക്റ്ററിൻ്റെ കൂടെ അതിന് മുന്നേ ആരെ കൂടി ചേർക്കുക? ആ പോയിന്റിനും കൂടി സ്പെസിഫൈ ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ വെക്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ. ഇനി ഈ വെക്ടറിൻ്റെ തന്നെ അഡീഷൻ, സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ അതൊക്കെ എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഫോർ എ വെക്ടർ വി ആൻഡ് ഡബ്ല്യു ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വി എന്ന് പറയുന്നത് ഈക്വൽ ടു പി വി ആണ്, ഡബ്ല്യു എന്ന് പറയുന്നത് പി ഡബ്ല്യു ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വെക്ടേഴ്സിൻ്റെ അഡീഷൻ വി പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്നത് ജസ്റ്റ് ആ വെക്ടേഴ്സിനെ സ്മോൾ വി ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടേഴ്സിനെ മാത്രം അങ്ങ് ആഡ് ചെയ്യുക. പോയിൻറ്റിന് ഒരു ചേഞ്ചും വരില്ല. കാരണം സെയിം പോയിൻറ്റിൽ നിൽക്കുന്ന രണ്ട് ഡയറക്ഷനിൽ പോകുന്ന രണ്ട് വെക്ടേഴ്സാണ്. ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് പി ഉണ്ട് വിചാരിച്ചോ. ഇങ്ങനെ ഒരു പോയിൻ്റ്, ഈ പോയിട്ടുള്ളതാണ് വി, ഈ പോയിട്ടുള്ളതാണ് ഡബ്ല്യു. ഇത് വി ആണ്, ഇത് ഡബ്ല്യു ആണ്. അപ്പോൾ ഇതിൻ്റെ തമ്മിലുള്ള അഡീഷൻ നടക്കുകയെന്നുണ്ടെങ്കിൽ ഈ വി ഡബ്ല്യു എന്ന് ജസ്റ്റ് ആഡ് ചെയ്യുക. അതെന്ന് പറയുന്നത് n+1 ടപ്പിളായിരിക്കും. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുക. ഈ പോയിൻറ്റിന് മാറ്റില്ല. ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം പോയിൻറ്റിലുള്ള വെക്ടേഴ്സിനെ തമ്മിൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് പോസിബിളാണ്. അതായത് പി എന്ന് പറഞ്ഞ പോയിൻറ്റിലുള്ള വി എന്ന് പറയുന്ന വെക്ടറിനെ നമ്മൾ സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, സി കൊണ്ട് സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വി എന്ന് പറയുന്ന വെക്ടറിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക. പിക്ക് ഒരു ചേഞ്ചും ഇല്ല. പീനെ ജസ്റ്റ് അവിടെ വെറുതെ നിർത്തിയാൽ മതി. പി എന്ന് പറയുന്നത് എപ്പോഴും വെറുതെ ഒരു വാലായിട്ട് തുടക്കത്തിൽ നമ്മൾ പി ഇട്ടെടുക്കും. ഇത് ഏത് പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു നൊട്ടേഷൻ മാത്രമാണ്. അഡീഷൻ വരുമ്പോഴോ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴോ ആ പീനെ കൂട്ടി കുഴക്കേണ്ടതില്ല. ജസ്റ്റ് ആ വെക്ടറിനെ മാത്രം ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം ഇത്തരത്തിലുള്ള കുറേ വെക്ടേഴ്സ്, ദ സെറ്റ് ഓഫ് വെക്ടേഴ്സ് അറ്റ് പി ഫോം എ വെക്ടർ സ്പേസ് Rpn+1 ഓഫ് ഡയമെൻഷൻ n+1 കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു പോയിൻ്റ് പി എടുക്കുക. ഇപ്പോൾ ഒരു പോയിൻ്റ് പി, അതിൽ ഒരു പോയിൻ്റ് പി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെയിം പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടംപോലെ വെക്ടേഴ്സ് കിട്ടുമല്ലോ. അപ്പോൾ ഈ വെക്ടേഴ്സ് എല്ലാം കൂടി നമുക്കൊരു വെക്ടർ സ്പേസ് ഫോം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. വെക്ടർ സ്പേസ് നമ്മൾ പഠിച്ചതാണ് ലീനിയറിൽ അല്ലേ. അതായത് കുറേ റൂൾസ് ഉണ്ട്. സ്കെയിലാർ അഡീഷനും മൾട്ടിപ്ലിക്കേഷൻ, അത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനൊക്കെ പോസിബിൾ ആയിരിക്കണം. കുറേ റൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 8ഓളം റൂൾസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വെക്ടർ സ്പേസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അസോസിയേറ്റീവിലോ. അങ്ങനെ അപ്പം ഈ ഒരു പി എന്ന് പറഞ്ഞ ഒരു സിംഗിൾ പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇഷ്ടംപോലെ വെക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഈ വെക്ടേഴ്സ് ഒരു വെക്ടർ സ്പേസ് ഫോം ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ Rpn+1 എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഡയമെൻഷൻ n+1 ആയിരിക്കും എന്നും പറഞ്ഞു. അതിൻ്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ Rn+1ൻ്റെ ബേസിസ് എന്താണോ ഉള്ളത് അതിൻ്റെ കൂടെ ഈ പി ഇട്ട് കൊടുക്കുക. അതാണ് അതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. PV1, PV2, PVn+1. സാധാരണ നമ്മൾ Rൻ്റെ ബേസിസ് ഉണ്ടാവും 100, സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറയുന്നത് 1000, 0100 അങ്ങനെയുള്ളതാണല്ലേ. അപ്പം R2 ആണെങ്കിൽ 1001 ആണ് ബേസിസ്. അങ്ങനെ ഇഷ്ടംപോലെ ബേസിസ് നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങോട്ടൊന്നും പോകണ്ട. സാധാരണ Rn+1ൻ്റെ ബേസിസ് എന്താണോ ഉള്ളത് ആ ബേസിസിൻ്റെ കൂട്ടത്തിൽ നമ്മളിവിടെ പി കൂടി ആഡ് ചെയ്യും. വേറൊരു മാറ്റവും. മൊത്തത്തിൽ വെക്ടേഴ്സ് പറയുമ്പോൾ ഒരു ജസ്റ്റ് ആ പോയിൻറ്റിനെ കൂടി സ്ട്രെസ് കൊടുത്തിട്ടുള്ള നൊട്ടേഷനാണ് ഇവിടെ വരുന്നത്. ഓക്കെ. അപ്പം വെക്ടർ ഓക്കെയാണ്. അതിൻ്റെ അഡീഷൻ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ അതെല്ലാം കൂടി ഫോം ചെയ്തിട്ട് ഒരു വെക്ടർ സ്പേസ് ഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനെ തന്നെ വെക്ടർ സ്പേസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്കത് എന്തൊക്കെ ചെയ്യാം, ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാം, ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യാം. അതൊക്കെ ജസ്റ്റ് ഡിനോട്ട് ചെയ്തിട്ടാണ്. V.W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതിൽ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് വരുമ്പോൾ VW മാത്രമായിട്ട് മാറും. ഇതാ ഇവിടെ ഉണ്ട്, ഇവിടെ. അത് കഴിഞ്ഞിട്ട് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ V×W എന്ന് പറയുന്നത് സ്മോൾ വെക്ടറിനെ മാത്രം ക്രോസ് ചെയ്യുക, പോയിൻറ്റിനെ അതുപോലെ തന്നെ നിലനിർത്തുക. അതാണ് ക്രോസ് പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ അതിന് നോം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നോം V എന്ന് പറയുന്നത് V.V എടുത്തിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുക. അതാണ് നോം. നമ്മൾ ലീനിയറിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ അപ്പോൾ നോം ജസ്റ്റ് അതിൻ്റെ റൂട്ട് മാത്രം. ഒരുപാട് നോംസ് ഉണ്ടല്ലേ ഫംഗ്ഷനിലൊക്കെ, ഒരുപാട് നോം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നോം മാത്രമാണ്. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക, അതിൻ്റെ റൂട്ട് എടുക്കുക. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ജസ്റ്റ് ഇത്തരത്തിലുള്ള വെക്ടേഴ്സ് ഒരു വെക്ടർ സ്പേസ് ഫോം ചെയ്യുന്നു. അപ്പോൾ വെക്ടർ സ്പേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആയിട്ട് അവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ്, നോം, അത് തമ്മിലുള്ള ആംഗിൾ cos θ നമുക്ക് പറയാൻ പറ്റും. അത് നോട്ടിനകത്തുണ്ട്. ഇനി അപ്പം വെക്ടർ സ്പേസ് നമ്മൾ ഫോമാക്കി. നമുക്ക് ഇവിടുത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വെക്ടർ ഫീൽഡാണ്. നമ്മൾ വെക്ടറും വെക്ടർ സ്പേസും പറഞ്ഞു. നമുക്ക് വേണ്ടത് വെക്ടർ ഫീൽഡാണ്. വെക്ടർ ഫീൽഡിനെ ക്യാപിറ്റൽ എക്സ്, ആ എക്സ് എന്ന് പറയുന്നത് ഒന്ന് അങ്ങനെ ഡാർക്കൺ ചെയ്ത് കൊടുക്കും വെക്ടർ ഫീൽഡ് എക്സിനെ. ആ എക്സ് എന്ന് പറയുന്നത് Rn+1 ആൾക്കാരാണ്. വെക്ടർ ഫീൽഡ് എക്സ് ഓൺ യു സബ്സെറ്റ് ഓഫ് Rn+1. Rn+1ൻ്റെ ഒരു സബ്സെറ്റിലാണ് നമ്മൾ വെക്ടർ ഫീൽഡ് പറയുന്നത്.
അതൊരു വെക്റ്റർ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനാണ് വിച്ച് അസൈൻ ടു ഈച്ച് പോയിൻ്റ് ഓഫ് വ്യൂ എ വെക്റ്റർ അറ്റ് ദാറ്റ് പോയിൻ്റ്. അതായത് എക്സ് ഓഫ് പി, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഓഫ് പി എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ് ഓഫ് പി എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ പറയുന്ന വെക്റ്റർ ഫീൽഡ്. അതും ഈ പറയുന്ന പോലെ ഒരു പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വെക്റ്റർ ഫീൽഡ് ഡിനോട്ട് ചെയ്യുക. ക്യാപിറ്റൽ എക്സ് ഓഫ് പി എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഓരോ പോയിൻറ്റിനനുസരിച്ചിട്ടും വെക്റ്റർ ഫീൽഡ് വ്യത്യസ്തമായിട്ടുള്ള വെക്റ്റർ ഫീൽഡ് നമുക്ക് പറയാൻ പറ്റും. നൊട്ടേഷൻ ഇത് മാത്രമാണ്, നമ്മൾ ഏതാണോ പോയിൻ്റ് കൊടുക്കുന്നത് അത് നമ്മൾ ആദ്യം എഴുതും, കോമ ഏതാണ് എക്സ് ഓഫ് പി. ഇവിടെ സ്മോൾ എക്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ് യുവിൽ നിന്ന് Rn+1ലേക്കുള്ള ഫംഗ്ഷൻ. ഈ യു Rn+1ത്തെ ആൾക്കാരാണ്. സോ Rn+1ൻ്റെ ഒരു സബ്സെറ്റിൽ നിന്ന് Rn+1ലേക്ക് തന്നെയുള്ള ഒരു ഫംഗ്ഷനാണ് എക്സ്. ആ എക്സിൻ്റെ പിയുടെ ഇമേജ് എന്താണോ അത് കൊടുക്കുക, ഫസ്റ്റായിട്ട് പി കൊടുക്കുക. അങ്ങനത്തെ ഒരു പെയറാണ് ഈ പറയുന്ന ക്യാപിറ്റൽ എക്സ് ഓഫ് പി എന്ന് പറയുന്ന നമ്മുടെ വെക്റ്റർ ഫീൽഡ്. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. നോട്ട് വായിക്കുക, എക്സ് ഓഫ് പി ഈക്വൽ ടു പി കോമ എക്സ് ഓഫ് പി. ഓരോ പോയിൻറ്റിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള വെക്റ്റർ ഫീൽഡുകൾ ഉണ്ടായിരിക്കും. അത് മാത്രമാണ് ഇവിടെ നിന്ന് സ്ട്രൈക്ക് ചെയ്യേണ്ടത്. വെക്റ്റർ ഫീൽഡ് പറയുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദ പോയിൻ്റ് ആണ് പറയുക. ഒപ്പം അതിൻ്റെ കൂടെ എന്തുകൂടി ഉണ്ടായിരിക്കും, ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അപ്പം ആദ്യം പോയിൻ്റ് എഴുതുക, കോമ ഇട്ടിട്ട് ആ വെക്റ്റർ ഫംഗ്ഷൻ ഉണ്ടല്ലോ, നമ്മൾ Rn+1 നിന്ന് Rn+1ലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ഫംഗ്ഷൻ അറ്റ് ദ പോയിൻ്റ് പിയിൽ എന്താണോ അതിൻ്റെ വാല്യൂ ആ ഒരു എൻടപ്പിളും കൂടി എടുത്തെഴുതുക. അതാണ് എക്സ് ഓഫ് പി. അതിനെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ താഴെ ഉണ്ട്, അത് നോക്കാം. ഇപ്പോൾ എക്സ് ഓഫ് പി എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നിട്ടുള്ളത് 10 ആണ്. ഏത് പി എടുത്തു കഴിഞ്ഞാലും വാല്യൂ പോകുന്നത് 10ലേക്കാണ്. അതൊരു തന്നിട്ടുള്ളൊരു സ്പെസിഫിക് ഫംഗ്ഷനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് ഓഫ് പി വെക്റ്റർ ഫീൽഡ് എന്താ വരിക, ക്യാപിറ്റൽ എക്സ് ഓഫ് പി എന്താ വരിക? നമുക്കറിയാം ക്യാപിറ്റൽ എക്സ് ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പി കോമ എക്സ് ഓഫ് പി ആണ് അല്ലേ. ക്യാപിറ്റൽ എക്സ് ഓഫ് പി ഈക്വൽ ടു പി എക്സ് ഓഫ് പി ആണ്. അതിൽ പി എന്ന് പറയുന്നത് നമുക്കറിയില്ല, ജനറൽ പോയിൻ്റ് ആണ് പി എന്ന് പറയുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് എക്സ് ഓഫ് പി എന്ന് പറയുന്നത് നമുക്ക് ഫംഗ്ഷൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഏത് എക്സ് ഓഫ് പിയും 10 എന്ന് പറയുന്ന സിംഗിൾ എലമെൻറ്റിലേക്ക്, ഒരു സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ, ഒറ്റൊരു ഏത് പിക്കും കറസ്പോണ്ടിങ് ഇമേജ് പോകുന്നത് ഏതാണ്, 10 ആണ് പോയിൻ്റ് വരുന്നത്. അപ്പം 10 ആണ് നമുക്ക് എക്സ് ഓഫ് പി നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഓരോ പി ഇട്ട് കൊടുത്ത് നോക്കി, എക്സ് ഓഫ് പിക്ക് നമ്മൾ 0 ഇട്ട് കൊടുത്തു. R2 നിന്ന് R2ലേക്കുള്ള ഫംഗ്ഷനാണ്, കാരണം ഇവിടെ ഇമേജ് 10 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടെ Rn+1 നിന്ന് Rn+1ലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് എക്സ് എന്ന് പറയുന്നത്. വെക്റ്റർ ഫീൽഡ് പറയണമെന്നുണ്ടെങ്കിൽ സെയിം ഡയമെൻഷനിലേക്കുള്ള സെറ്റിലേക്കാണ് നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇമേജ് 10 തന്നുകൊണ്ട് നമുക്ക് ക്ലിയർ ആയി ഇത് R2ലുള്ള ഫംഗ്ഷനാണ്. സോ R2ലുള്ള പി എന്ന് പറയുന്ന ഓരോ പോയിന്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. 0 ഇട്ട് കൊടുത്ത് നോക്കി, അപ്പോൾ എലമെൻ്റ് ആരായിട്ട് വന്നു, 0 കോമ എക്സ് ഓഫ് പിക്ക് മാറ്റമില്ല, 10 തന്നെ. ഇനി നെക്സ്റ്റ് എക്സ് ഓഫ് 10 ഇട്ട് കൊടുത്ത് നോക്കി, പിക്ക് പകരം നമ്മൾ 10 കൊടുത്തു. അപ്പോൾ 10 എന്ന് പറയണം, അപ്പോൾ ഇതായിട്ട് മാറി വെക്റ്റർ ഫീൽഡ്. ഇനി -10 ഇട്ട് കൊടുത്തു, അപ്പോൾ നമുക്ക് എന്തായി വെക്റ്റർ ഫീൽഡ്, -10 കോമ 10 ആണ്. കാരണം ഇമേജ് സെറ്റ് എക്സ് ഓഫ് പി ആണ്, അത് 10 ആണ്. അതിന് നോ ചേഞ്ച്, പി മാത്രമേ മാറുന്നുള്ളൂ. ഇമേജ് എക്സ് ഓഫ് പി എന്ന് പറയുന്നത് എപ്പോഴും 10 ആണ്. അപ്പം ഇതാണ് ഈ പറയുന്ന വെക്റ്റർ ഫീൽഡുകൾ. ഇനി ഇവിടെ വെക്റ്റർ ഫീൽഡ് നമുക്ക് എഴുതി വെച്ചാൽ മാത്രം പോരാ, വെക്റ്റർ ഫീൽഡ് വരയ്ക്കാനുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ വെക്റ്റർ ഫീൽഡ് എങ്ങനെ വരയ്ക്കാം, അതിന് ചെറിയൊരു ട്രിക്ക് ഉണ്ട്. ഇപ്പം ജസ്റ്റ് നമ്മൾ വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ജസ്റ്റ് ഒരു ലൈന് അതിൻ്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആരോ മാർക്കും കൂടി കാണിക്കും. ഇവിടെ അത് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം എക്സ് ഓഫ് 0 എന്ന് പറയുന്ന പോയിൻ്റ് എടുക്കാം. ഇതാണ് വെക്റ്റർ ഫീൽഡ്. ഇതിനെങ്ങനെ വരയ്ക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം 2 ആക്സിസ് വരയ്ക്കുക, സാധാരണത്തെ പോലെ തന്നെ എക്സ് വൈ എന്ന് പറയുന്ന 2 ആക്സിസ് വരയ്ക്കുക. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് നമ്മുടെ പി എന്ന് പറയുന്ന പോയിൻ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് 0 ആണ്. അപ്പം 0 ആണ് ഇതിൻ്റെയും സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ, ഒറിജിൻ നിന്നാണ് ഇതും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അത് എൻഡ് ചെയ്യുന്ന പൊസിഷൻ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നറിയോ, ഈ എലമെൻറ്റ്സിന് അങ്ങോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ 0 എന്ന് ഇപ്പം ഇവിടുന്ന് പോകുന്ന ഏതോ ഒരു വെക്ടറാണ് ഈ പറയുന്ന എക്സ് ഓഫ് 0 പക്ഷെ നമുക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ എൻഡിങ് പോയിൻറ്റും കൂടിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ആ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ നിന്ന് എൻഡിങ് പോയിൻറ്റിലേക്ക് നേരെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഒരു എൻഡിങ് പോയിൻറ്റിൽ ഒരു ആരോ മാർക്ക് ഇട്ട് കൊടുക്കുക, അത്രയുള്ള ഒരു വെക്ടർ വരയ്ക്കാൻ. അപ്പോൾ ഇതിൻ്റെ എൻഡിങ് പോയിൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടിനെയും തമ്മിൽ അങ്ങ് ആഡ് ചെയ്യുക. അതായത് 0നെയും 10നെയും അങ്ങ് ആഡ് ചെയ്യുക. 0 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 വരും, ആൻഡ് 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 തന്നെ വരും. ജസ്റ്റ് അതിന് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുക. 0യും 1ഉം ആഡ് ചെയ്തു, അത് കഴിഞ്ഞ് 0 ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താണ് പോയിൻ്റ് കിട്ടിയത്, 10 എന്ന് പറയുന്ന പോയിൻ്റാണ് കിട്ടിയത്. അപ്പം ഈ വെക്ടർ എക്സ് ഓഫ് 0 എന്ന് പറയുന്ന ഈ വെക്ടർ പോകുന്നത് 0 10ലേക്കാണ്. അതായത് ഇതാണ് ആ വെക്ടർ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എലമെൻറ്റ്. ഇപ്പം
ലാസ്റ്റ് എലമെൻ്റ് എടുക്കാം. എക്സ് ഓഫ് 0 1 എടുക്കാം. 0 1ൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. 0 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ ഒരു പോയിൻ്റിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പോകുന്നത് എൻഡിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. 0+1 എന്ന് പറയുന്നത് 1, 1+0 എന്ന് പറയുന്നത് 1. അപ്പോൾ 1 1ലേക്കാണ് അതിൻ്റെ എൻഡ് വരുന്നത്. ദാറ്റ് ഈസ് 0 1 എന്ന് 1 1ലേക്ക് വരുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഇങ്ങനെയാണ് വെക്റ്റർ ഫീൽഡ് വരയ്ക്കുക. ആ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് തന്നിട്ടുള്ള അതിനകത്ത് എലമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, അത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻഡിങ് പോയിൻ്റ് കിട്ടും. ആ എൻഡിങ് പോയിൻറ്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക വിത്ത് ആരോ മാർക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഇതാണ് വെക്റ്റർ ഫീൽഡ്. കുറച്ച് അധികം പോയിൻറ്റ്സിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ ഈ ഒരു ജനറലായിട്ട് ഈ വെക്റ്റർ ഫീൽഡിൻ്റെ കിടപ്പ് എങ്ങനെയാണെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇതൊരു വെക്റ്ററാണ്, ഇങ്ങനെയാണ് അപ്പോൾ വെക്റ്റേഴ്സ് നടക്കുന്നത്. അപ്പോൾ ഈ വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ജനറലായിട്ട് നമുക്ക് ഇങ്ങനെയാണ് ഈ വെക്റ്റർ ഫീൽഡ് കിടക്കണമെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഒരു 5-6 പോയിൻറ്റ്സ് നമുക്ക് ഇട്ടെടുത്താൽ തന്നെ അതിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാവും. അങ്ങനെ ജനറലൈസ് ചെയ്ത് വെക്റ്റർ ഫീൽഡ് വരയ്ക്കുക. ഇനി പെട്ടെന്ന് അടുത്തൊന്നുകൂടി നോക്കാം. എക്സ് ഓഫ് പി എന്ന് പറയുന്നത് പി ആണ്. ഏത് പി എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്ന ഒരു ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ് ഈ പറയുന്ന വെക്റ്റർ. അപ്പം നമ്മൾ പി എന്ന് പറയുന്നത് ഇവിടെയും R2ലാണ് ഫംഗ്ഷൻ കിടക്കുന്നത്. നമുക്ക് തന്നിട്ടുണ്ട് ഫസ്റ്റ് കേസിലെ വെക്റ്റർ ഫീൽഡ് R2 എന്നാണ് ക്വസ്റ്റ്യൻ. സോ അത് ഒന്നാമത്തേതാണ് നേരത്തെ ചെയ്തത്. രണ്ടാമത്തെയും R2 ഫംഗ്ഷൻ ആണെങ്കിലുള്ളൂ നമുക്ക് വരയ്ക്കാൻ അത് പോസിബിൾ ആവുക. അല്ലെങ്കിൽ ഇത് ഡയമെൻഷൻ കൂടുന്തോറും നമുക്കത് പേപ്പറിൽ കാണിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ എന്തായാലും ഇവിടെ എക്സ് ഓഫ് പി ഈക്വൽ ടു പി ആണ്. അതായത് പിക്ക് നമ്മൾ കുറച്ച് അധികം എലമെൻറ്റ്സിന് പി നമ്മൾ ചൂസ് ചെയ്യുക. കറസ്പോണ്ടിങ് വെക്റ്റർ എന്താണെന്ന് നോക്കുക. എക്സ് ഓഫ് പി എന്ന് പറയുന്നത് 0 0 എടുത്തു. അപ്പം പി എക്സ് ഓഫ് ഇത് നോക്കുക. വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്നത് ഇതാണ്. ക്യാപിറ്റൽ എക്സ് ഓഫ് പി എടുത്തു. അതിൽ നമുക്കറിയാം വെക്റ്റർ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എക്സ് ഓഫ് പി ആണ്. എക്സ് ഓഫ് പി ഇവിടെ എന്താണ്? പി തന്നെയാണ്. അപ്പോൾ പി എന്ന് പറയുന്നതാണ് നമ്മുടെ വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ പി എന്ന് പറയുന്ന എക്സ് ഓഫ് പി ഈക്വൽ ടു പി പി. ഇതിൽ പിക്ക് ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യം നമ്മൾ 0 0 എടുത്തു. അപ്പം ഇതാണ് വെക്റ്റർ ഫീൽഡ് വീട്ടിലെ 0 0 0 0 എന്ന് പറയുന്നതാണ് പോയിന്റ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആരാണ്? 0 ആണ്. ഇനി എൻഡിങ് പോയിൻ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടിനും തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒറിജിൻ തന്നെയാണ് കിട്ടുക. സോ 0 0 എന്ന് പറയുന്ന ആ ഒരു ഒറിജിനാണ് ഫസ്റ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് മാഗ്നിറ്റ്യൂഡ് ഇല്ല. ഇനി 1 0 എന്ന് പറയുന്ന പോയിന്റ് പി ആയിട്ട് ഇട്ടെടുത്തു. അപ്പോൾ നമുക്ക് വരുന്ന വെക്റ്റർ എന്ന് പറയുന്നത് 1 0, 1 0 ആണ് വരിക. പി ആണ്. സോ 1 0 1 0. സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും പി, ഫസ്റ്റ് എലമെൻറ്റ് പി ആയിരിക്കും. എൻഡിങ് പോയിന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി അങ്ങ് ആഡ് ചെയ്യുക. അപ്പോൾ 1 1 ആഡ് ചെയ്യുമ്പോൾ 2 വരും. 0 0 ആഡ് ചെയ്യുമ്പോൾ 0 തന്നെ. അപ്പോൾ 2 0ലേക്കാണ് ഈ മാപ്പ് പോകുന്നത്. 1 0യിൽ നിന്ന് തുടങ്ങി 2 0ലേക്ക് എത്തി. അതാണ് ഫസ്റ്റ് വെക്റ്റർ. ഇനി നെക്സ്റ്റ് 2 0 എന്ന് പറയുന്ന വെക്റ്റർ എടുത്തു. 2 0 എന്ന് പറയുന്ന വെക്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഇതാ 2 0 2 0 ആണ് വെക്റ്റർ ഫീൽഡ് വരിക. സ്റ്റാർട്ടിംഗ് പോയിന്റ് 2 0 ആണ്. ഓക്കെ, 2 0 ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത്. ഇനി ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 + 2 4 വരും. 0 + 0 4 0 വരും. അപ്പോൾ 4 0 ആണ് ഇതിൻ്റെ എൻഡിങ് പോയിന്റ് എന്ന് പറയുന്നത്. സോ 4 0ലേക്ക് ലൈൻ വരയ്ക്കാം. ഓക്കെ ആണല്ലോ. 2 0 ഒന്ന് 4 0 വരെ ലൈന് ആരോ മാർക്ക് ഇട്ട് കൊടുക്കുക. ഇനി നെക്സ്റ്റ് നോക്കി. നെക്സ്റ്റ് -1 0 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ -1 0 ആണ് പോയിന്റ് വരുന്നത്. ഇത് പി എന്ന് പറയുന്നത് -1 0 ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത്. -1 0. ഇനി -1 ആഡ് ചെയ്യുമ്പോൾ -2 വരും. 0 0 ആഡ് ചെയ്യുമ്പോൾ 0 വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻഡിങ് പോയിന്റ് ലെഫ്റ്റിലേക്ക്. അങ്ങനെ വരച്ച് കുറേ എലമെൻറ്റ്സിന് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കിടപ്പ് കാണുന്നത്. ഇതൊക്കെയാണ് ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ അതിനെ ജനറലായിട്ട് നമ്മൾ താഴത്ത് എങ്ങനെ കാണിച്ചെടുത്തു? ഇങ്ങനെ കാണിച്ചെടുത്തു. ഇത്രയേ ഉള്ളൂ എന്താ പറയുക വെക്റ്റർ ഫീൽഡ് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ. എക്സ് ഓഫ് പി എന്ന് പറയുന്നത് തന്നിട്ടുള്ള ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ആ ഫംഗ്ഷൻ്റെ കൂടെ നമ്മൾ ഓരോ പോയിന്റിലും ആ ഫംഗ്ഷൻ വാല്യൂ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വെക്റ്റർ ഫീൽഡും ആയി. ഇനി ഇതിൽ പിന്നെ നമ്മൾ പറയുന്ന ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് സ്മൂത്ത് ആവുക? നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്. ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുകയും കണ്ടിന്യൂസ് ആവുകയും ചെയ്യുമ്പോഴാണ് ഫംഗ്ഷൻ സ്മൂത്ത് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഗ്രേഡിയൻറ്റ്. സാധാരണ നമ്മൾ ഡെൽ-എഫ് പറയാറില്ലേ? PD എങ്ങാണ്ടോ പഠിച്ചിട്ടുണ്ടാവും തോന്നുന്നു. ഇതിന് മുന്നേ നമ്മൾ കവർ ചെയ്തിട്ടുള്ള പോർഷനാണ് ഈ ഗ്രേഡിയൻറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പം ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ടെന്ന് വിചാരിച്ചോ. Rn+1 ഒരു സബ്സെറ്റിൽ നിന്ന് ഓപ്പൺ സബ്സെറ്റിൽ നിന്ന് ആറിലേക്കുള്ള ആറിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് എഫ് എന്ന് പറയുന്നത്. ആ എഫിൻ്റെ ഗ്രേഡിയൻറ്റ് എഫ് നമ്മൾ ഡെൽ-എഫ് എന്ന് ഡിനോട്ട് ചെയ്യും. ആ ഡെൽ-എഫ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യലാണ് നെക്സ്റ്റ് വരുന്ന പരിപാടി പറയുന്നത്. ഡെൽ-എഫ് ഓഫ്
ഇവിടുത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഏത് വെക്ടർ പറയുകയാണെങ്കിലും വെക്ടർ ഫീൽഡ് പറയാലും ആ പോയിന്റിനാണ് ഇമ്പോർട്ടൻറ്റ്. സോ ആ വെക്ടർ ഗ്രേഡിയൻ വെക്ടർ ആണ് ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും അറ്റ് ദ പോയിന്റ് പി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഡെൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് നമുക്കറിയാം, ഗ്രേഡിയൻ വെക്ടറിനെ നമ്മൾ ഡോ എഫ് ബൈ ഡോ എക്സ് വൺ, ഡോ എഫ് ബൈ ഡോ എക്സ് ടു എക്സെട്ര ഡോ എഫ് ബൈ ഡോ എക്സ് എന്നാണ് മുന്നേ പഠിച്ചിട്ടുള്ളത്, മുന്നത്തെ പേപ്പറിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരാളും കൂടി എക്സ്ട്രാ വരും. ആര്? അത് ആ പോയിൻ്റാണ്. ഇപ്പോൾ ഡെൽ എഫ് ഓഫ് പി ആകുമ്പോൾ പി എന്ന് പറയുന്ന ഒരാൾ എക്സ്ട്രാ വന്നു. ബാക്കിയുള്ള സെയിം സാധനമാണ് ഡോ എഫ് ബൈ ഡോ എക്സ് വൺ ഓഫ് പി, ഡോ എഫ് ബൈ ഡോ എക്സ് ടു ഓഫ് പി എക്സെട്ര ഡോ എഫ് ബൈ ഡോ എക്സ് എൻ പ്ലസ് വൺ ഓഫ് പി. അതായത് ഓരോ ഇവിടെ വേരിയബിൾ എന്ന് പറയുന്നത് ആർ എൻ പ്ലസ് വൺ എന്ന ആറിലേക്കാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ എൻ പ്ലസ് വൺ വേരിയബിൾസ് അവിടെ ഉണ്ടായിരിക്കും. ഓരോ വേരിയബിളിലും നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്യുക അറ്റ് ദ പോയിന്റ് പി. തുടക്കത്തിലൊരു പി ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഡെൽ എഫ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് ഓഫ് എഫ് എന്ന് പറയുന്നത് അങ്ങ് കാണേണ്ട മനസ്സിലുണ്ടാവുക. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഒരു ഫംഗ്ഷൻ തരും, ആ ഫംഗ്ഷൻ വെച്ചിട്ട് അതിൻ്റെ ഗ്രേഡിയൻ വെക്ടർ പ്ലോട്ട് ചെയ്യാൻ പറയും. നേരത്തെ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഒരു വെക്ടർ ഫീൽഡ് പ്ലോട്ട് ചെയ്യാനാണ്. ഇതേപോലെ തന്നെ ഈ സെയിം മെത്തേഡിൽ നമുക്ക് ഗ്രേഡിയൻ വെക്ടർ എന്ന് പറയുന്നത് ഒരു വെക്ടർ തന്നെയാണല്ലോ. അപ്പോൾ ആ ഗ്രേഡിയൻ വെക്ടേഴ്സിനെ നമുക്ക് ഇതേപോലെ ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു എക്സാമ്പിൾ കൂടി താഴെ കൊടുത്തിട്ടുണ്ട്. എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു ഈക്വൽ ടു എക്സ് വൺ പ്ലസ് എക്സ് ടു എന്നുള്ളതാണ് ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗ്രേഡിയൻ്റ് എന്താ വരിക? നമ്മൾ പഠിച്ചു പി ഡോ എഫ് ബൈ ഡോ എക്സ് വൺ ഓഫ് പി ഡോ എഫ് ബൈ ഡോ എക്സ് ടു ഓഫ് പി എക്സെട്ര ഡോ എഫ് ബൈ ഡോ എക്സ് എൻ പ്ലസ് വൺ ഓഫ് പി. ഇതാണല്ലോ ഗ്രേഡിയൻ്റ്. ഇവിടെ പക്ഷേ എൻ എന്ന് പറയുന്നത് ഇവിടെ ആകെ 1, 2 എന്ന് പറയുന്ന 2 വേരിയബിൾസേ ഉള്ളൂ. സോ ഡെൽ എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു എന്നാണ്. പോയിൻ്റ് നമ്മൾ R2 എന്ന് ആറിലേക്ക് ആയതുകൊണ്ട് തന്നെ പി എന്ന് പറയുന്നത് R2 എലമെൻ്റ് ആയിരിക്കും, എക്സ് വൺ എക്സ് ടു ആയിരിക്കും എലമെൻറ്റ്. അപ്പോൾ ആ പീനെ നമ്മൾ ആദ്യം എഴുതി എക്സ് വൺ എക്സ് ടു, ഇതാണ് നമ്മുടെ പി. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ് വൺ ഓഫ് പി ആണ്, ഡോ എഫ് ബൈ ഡോ എക്സ് വൺ ഓഫ് എക്സ് വൺ എക്സ് ടു. ഇനി ഡോ എഫ് ബൈ ഡോ എക്സ് ടു ഓഫ് എക്സ് വൺ എക്സ് ടു. ഇത്ര വേരിയബിൾ ഉള്ളൂ, എക്സ് ത്രീ ഇല്ല. സോ അവിടെ വെച്ച് നമ്മൾ നിർത്തി. ഇനി എക്സ് ത്രീ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അടുത്ത എക്സ് ത്രീ കൂടി എഴുതുമായിരുന്നു. ഓക്കെ, അപ്പം അത് അതേപോലെ താഴത്തേക്ക് എടുത്തെഴുതി. എക്സ് വൺ എക്സ് ടു ഒരു ചേഞ്ചും ഇല്ല. ഇനി ഇത് നോക്കുക, ഡോ എഫ് ബൈ ഡോ എക്സ് വൺ ഓഫ് എക്സ് വൺ എക്സ് ടു. ഫംഗ്ഷൻ ആരാണ്? ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വണ്ണിൽ നമ്മൾ ഡെറിവേറ്റ് ചെയ്യണം. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു പറയുന്നത് ഇത് എക്സ് വൺ പ്ലസ് എക്സ് ടു ആണ് ഫംഗ്ഷൻ. ഇതിനെ എക്സ് വണ്ണിൻ്റെ ബേസിൽ ഡെറിവേറ്റ് ചെയ്ത് എന്ത് വരും? പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ്. സോ എക്സ് വണ്ണിൻ്റെ ബേസിലായതുകൊണ്ട് എക്സ് വണ്ണിൽ ഇതിലുള്ളത് മാത്രം ഡെറിവേറ്റ് ചെയ്യുക, ബാക്കി വേരിയബിളൊക്കെ 0 ആയിപ്പോവും. അപ്പം എക്സ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പം വിത്ത് റെസ്പെക്ട് ടു എക്സ് വൺ തന്നെ ആയതുകൊണ്ട് അത് 1 ആയിട്ട് പോകും, എക്സ് ടുവിന് ഇല്ല, 0 ആയിട്ട് മാറും. അപ്പം അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഡോ എഫ് ബൈ ഡോ എക്സ് ടു കണ്ടു. അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ത് വരും? എക്സ് വൺ പ്ലസ് എക്സ് ടു തന്നെയാണ്. പക്ഷേ ഇവിടെ എക്സ് വൺ 0 ആയിട്ട് പോകും, എക്സ് ടുവിൻ്റെ ഡെറിവേറ്റീവ് 1 ആയിട്ട് പോകും, 1 ആയിട്ട് മാറും. അപ്പം ഇതാണ് ഈ ഡോ എഫ് എന്ന് പറയുന്നത് ഇതാണ് അറ്റ് ദ പോയിന്റ് എക്സ് വൺ എക്സ് ടു. ഇപ്പം നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു പോയിൻ്റാണ് എക്സ് വൺ എക്സ് ടു, ജനറൽ ആയിട്ടുള്ള പോയിൻ്റാണ്. ഇനി ഇതിൽ നമ്മൾ വെക്ടർ ഫീൽഡ് വരയ്ക്കുമ്പോൾ എപ്പോഴും എന്താ ചെയ്യുക? പിക്ക് ഓരോ പോയിൻറ്റ്സ്, നമുക്ക് ഇഷ്ടമുള്ള പോയിൻറ്റ്സ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ആദ്യം 0, 0 സിമ്പിളായിട്ടുള്ള സാധനത്തിൽ തന്നെ തുടങ്ങും, 0, 0 ഇട്ട് കൊടുക്കും. എക്സ് വൺ എക്സ് ടു 0, 0 ആവും. റൈറ്റ് സൈഡിനല്ലേ അതിന് നമ്മൾ മാറ്റില്ല, 1, 1 തന്നെയാണ്. അപ്പോൾ 0, 0, 1, 1 ആണ് ഫസ്റ്റ് പറയുന്ന വെക്ടർ. അത് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 ആണ്, എൻഡിങ് പോയിന്റ് എന്തായിട്ട് വരും? ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1, 1 തന്നെ കിട്ടും. അപ്പോൾ 0, 0 നിന്ന് 1, 1ലേക്കാണ് ഫസ്റ്റ് വെക്ടർ വരുന്നത്. ഓക്കെ, ഈ ഫോണിൽ കാണിക്കുമ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്, നോട്ട് നോക്കുക കേട്ടോ. അപ്പം അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പറയുന്നത് ഡെൽ എഫ് ആണ്. ഡെൽ എഫ് ഓഫ് 0, 1 ആണ്. അത് പോയിന്റ് മാറ്റി 0, 0 മാറ്റിയിട്ട് 0, 1 മാറ്റി. അപ്പം ആ പോയിന്റ് എന്ത് വരും? എക്സ് വൺ എക്സ് ടു 0, 1 വരും. 1, 1ന് ചേഞ്ച് ഇല്ല, സെയിം തന്നെ. അതായത് ഇത് നോക്കുക, ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലേ, എക്സ് വൺ എക്സ് ടുവിന് 1, 0 കൊടുത്തു, 0, 1 കൊടുത്തു, 1, 1ന് ചേഞ്ച് ഇല്ല, അതേപോലെ തന്നെ. അപ്പോൾ 0, 1, 1, 1 എന്ന് പറയുന്നതാണ് വെക്ടർ. അപ്പോൾ 0, 1ലായിരിക്കും അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, എക്സ് 0 y1 എന്ന് പറയുന്നത്, അതായത് ഈ പോയിന്റിലായിരിക്കും. അവിടുന്ന് എൻഡിങ് പോയിന്റ് ഇത് രണ്ടും ആഡ് ചെയ്യുക, അതായത് 1, 2ലേക്ക് പോകും. 1, 2 പറയുമ്പോൾ ഇങ്ങനെ പോകും. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ പോകുന്ന കുറേ വെക്ടേഴ്സിൻ്റെ കളക്ഷനാണ് ആര്? ഈ പറയുന്ന ഗ്രേഡിയൻ വെക്ടർ ആയിട്ടുള്ള അതിൻ്റെ ഫീൽഡ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. സോ നമുക്ക് ഇതാണ് വെക്ടർ ഫീൽഡ്. അപ്പോൾ ഇങ്ങനെ ഏത് വെക്ടർ തന്നു കഴിഞ്ഞാലും, ഏത് ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാലും നമുക്കതിൻ്റെ വെക്ടർ ഫീൽഡ് വരയ്ക്കാൻ നമുക്ക് അറിയണം. ചിലപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ വെക്ടർ ഫീൽഡിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം തരിക, ചിലപ്പോൾ ഗ്രേഡിയൻ വെക്ടർ വരയ്ക്കാനുള്ളതായിരിക്കും. എന്തായാലും മെത്തേഡ് സെയിം ആണ്. അതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം
എന്താണ് വെക്റ്റർ ഫീൽഡ്, എന്താണ് ഗ്രേഡിയൻറ്റ്. വെക്റ്റർ ഫീൽഡ് ആകുമ്പോൾ ക്യാപിറ്റൽ എക്സ് ഓഫ് പി ദാറ്റ് ഈക്വൽ ടു പി കോമ എക്സ് ഓഫ് പി. ഗ്രേഡിയൻറ്റ് വെക്റ്റർ ആകുമ്പോൾ എഫ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അറ്റ് ദ പോയിന്റ് പി കാണുകയാണെങ്കിൽ പി കോമ ഡോ എഫ് ബൈ ഡോ എക്സ് വൺ ഓഫ് പി, ഡോ എഫ് ബൈ ഡോ എക്സ് ടു ഓഫ് പി, ഡോ എഫ് ബൈ ഡോ എക്സ് ത്രീ ഓഫ് പി. എത്രയാണോ അത്രയും വേരിയബിൾസിന് ഓരോ വേരിയബിളിനും പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുക. മുന്നിലൊരു പി ഉണ്ടായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ലെവൽ സെറ്റ് പറഞ്ഞു, ഗ്രാഫ് പറഞ്ഞു, വെക്റ്റർ പറഞ്ഞു, വെക്റ്റർ സ്പേസ് അത് ഇമ്പോർട്ടൻ്റ് അല്ല. അത് കഴിഞ്ഞ് വെക്റ്റർ ഫീൽഡ് പറഞ്ഞു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗ്രേഡിയൻറ്റ് വെക്റ്റർ പറഞ്ഞു. ഈ ഗ്രേഡിയൻറ്റ് വെക്റ്ററിനെയും വെക്റ്റർ ഫീൽഡിനെയും പ്ലോട്ട് ചെയ്യാനും പഠിച്ചു. ഇനി താഴെ കാണുന്നത് സെയിം പോലെ തന്നെ ഗ്രേഡിയൻറ്റ് വെക്റ്ററിൻ്റെ ഒരു എക്സാമ്പിളും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും മനസ്സിലുണ്ടാവണം, എങ്കിലേ ഉള്ളൂ അടുത്ത പോർഷൻ നമുക്ക് പോകാൻ പറ്റുക. മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പം ഇന്ന് ഇതിൽ നിർത്താം. ഓക്കെ, താങ്ക് യു.